സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അലക്സ് റാം മുഹമ്മദാണ്. അലക്സ്, ഇത്തരത്തിലൊരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലവർഷം എത്തുന്നതിന് മുൻപേ വലിയ മഴയുണ്ടാകും. പല ജില്ലകളിലും മുന്നറിയിപ്പുകളുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, തെക്കുകിഴക്കൻ അറബിക്കടലിൽ, അതായത് കേരളത്തിന്റെ തെക്കൻ തീരത്തൊരു ചക്രവാത ചുഴി നേരത്തെ നിലനിന്നിരുന്നു. അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിന് അരികെയാണ് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത്. അതിന്റെ സ്വാധീനം സംസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ മഴ കനക്കാനുള്ള സാധ്യത, അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നേരത്തെ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാൻ നിർദ്ദേശിച്ച റിമാൽ എന്ന പേരിലായിരിക്കും ആ ചുഴലിക്കാറ്റ് അറിയപ്പെടുക. അത് പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം സംസ്ഥാനത്ത് എത്രത്തോളം ആകും എന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അങ്ങനെ പറയുന്നില്ല. അത് അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കും. പ്രത്യേകിച്ച് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനാണ് സാധ്യത എന്നാണ് പ്രവചനം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കാണ് ഈ ജില്ലകളിൽ സാധ്യത. കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതലായി മഴ ലഭിച്ച മേഖല കൂടിയാണ് തൃശൂരും എറണാകുളവുമൊക്കെ. അത് ഇന്നും തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ലഭിക്കുന്ന അതിതീവ്ര മഴ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോഴും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രാത്രിയൊക്കെ തീവ്രമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് മലയോര മേഖലയിലാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. ശക്തമായ കാറ്റും അതുപോലെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഈ മഴയ്ക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മിന്നൽ പ്രളയം, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, അതുപോലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരമേഖലയിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകാൻ സാധ്യത ഏറെയാണ്. അതിനാൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുകയാണ്. സമാനമായി തന്നെ തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഈ ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ, അറബിക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 3 മീറ്ററിന് മുകളിലേക്കൊക്കെയുള്ള ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്രിസ്റ്റീന. ശരി, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുണ്ട്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്.